ദുരിതമൊഴിയാതെ വടക്കൻ ഡൽഹിയിലെ ഭവാനയിൽ ജെ കോളനി നിവാസികൾ. ബണ്ട് തകർന്ന വീടുകളിലേക്ക് ഇരച്ചെത്തിയ വെള്ളം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിച്ചു. വെള്ളം അടിച്ചു കളഞ്ഞ് സ്ഥിതിഗതികൾ പഴയപടിയാക്കാൻ പാടുപെടുകയാണ് അധികൃതർ. ഭവാനയിലെ ജെ കോളനിയിലുള്ള 3 ബ്ലോക്കുകളിലേക്കാണ് വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോഴും ദുരിതത്തിലാണ്. ഏകദേശം 1000-ലധികം വീടുകളുണ്ട് ഇവിടെ എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന മുനക്കനാൽ, ആ മുനക്കനാലിൻ്റെ ഒരു ഭാഗം ഇവിടെ തൊട്ടടുത്ത് വെച്ച് അതിൻ്റെ ബണ്ട് തകർന്നു പോയി. അവിടെ നിന്നുള്ള വെള്ളം വലിയ തോതിൽ ഇങ്ങോട്ട് ഇരച്ചു കയറുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ആളുകൾ ഈ കാര്യം അറിഞ്ഞു വരുമ്പോഴേക്കും രാവിലെ 6 മണിയായിരുന്നു. അപ്പോഴേക്കും തന്നെ ആളുകളുടെ മുട്ടോളം തന്നെ വെള്ളമുണ്ടായിരുന്നു. വലിയ ദുരിതത്തിലാണ് ആളുകൾ. വൈദ്യുതിയില്ല, ശുദ്ധവെള്ളമില്ല. പലർക്കും രാത്രി മുതൽ തന്നെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് രാവിലെ വെളിയിൽ ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാവുന്നത്. നിലവിൽ ഈ ബണ്ട് തകർന്ന ഭാഗത്തെ ഈ കനാലിൻ്റെ കൈവഴിയിൽ നിന്നും മറ്റൊരു കൈവഴിയിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ഇങ്ങോട്ടുള്ള ഒഴുക്ക് നിർത്താൻ വേണ്ടി ഹരിയാന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാധിച്ചിട്ടുണ്ട്. അവരാണ് ഈ മുനക്കനാൽ വഴിയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. नुकसान बहुत हो गया, मोटर भी चला गया, लाइट भी नहीं है, पानी भी नहीं है, बहुत ज़्यादा दिक्कत है। रात में 12 बजे से पानी पूरे गली में घुस गया है और काबला की दिक्कत ये है कि ना पानी घर में है, ना लाइट है और बच्चे के भी स्कूल भी नहीं जा पाए पानी के कारण। बहुत ज़्यादा परेशानी हो रहा है यहाँ पर। 3 बजे उठाऊं करके तो देखा हूँ कि जो पूरे पानी भरा हुआ करके जो है 3 बजे में मालूम हुआ जो है, जब लाइट चली गई करके जो है तब उसके बाद बाहर निकला होता देखा लाइट भरा हुआ, पानी भरा हुआ पूरा. ഈ ഹിമാലയൻ ഭാഗത്തടക്കം മേഖലയിലടക്കം വലിയ തോതിൽ മഴ വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് ഈ മുനക്കനാലിലേക്ക് അടക്കം വർദ്ധിപ്പിച്ചത്. അത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക, അവർത്ത മഴ. അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബണ്ട് തകർന്നപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ പടരാനായിട്ട് അല്ലെങ്കിൽ വർദ്ധിക്കാനായിട്ട് പ്രധാനമായിട്ട് കാരണമായത്. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് വേനൽക്കാലത്ത് വെള്ളം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം അധികം തുറന്നു വിടുന്നു എന്നുള്ള കാര്യം പറഞ്ഞും പരസ്പരം പഴിക്കുകയും രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നതും ഇതേ മുനക്കനാലിൻ്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. നിലവിലും ആളുകളുടെ ദുരിതം അവസാനിക്കുന്നില്ല. അധികാരികൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്, എത്രയും പെട്ടെന്ന് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.